പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ. നടക്കുമ്പോഴും കളിക്കുമ്പോഴും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിക്കണം. സുഹൃത ജപം എന്ന് പറയും. പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ. അടുത്ത് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ. നമ്മൾ എവിടെ പോയാലും, നമ്മൾ പോകത്തില്ലേ, അപ്പോൾ എവിടെ പോയാലും പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ. മൂന്നാമത്തത് പരിശുദ്ധാത്മാവെ, നമ്മളിങ്ങനെ സോപ്പിട്ട് വൃത്തികേടാകുമ്പോൾ ദിവസവും നമ്മൾ കുളിക്കൂലേ നമ്മളെ ശരീരം, അപ്പോൾ അതുപോലെ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഓക്കെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നാലാമത്തത് പരിശുദ്ധാത്മാവെ എന്നെ ഉജ്ജ്വലിപ്പിക്കണമേ. ഇങ്ങനെ ഇങ്ങനെ ചൊരിക്കും, ഇങ്ങനെ ഉജ്ജ്വലിപ്പിക്കണം, കുറച്ചുകൂടി തിളക്കം, വെട്ടിത്തിളക്കം. ഓക്കെ, പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം. അഞ്ചാമത്തത് പരിശുദ്ധാത്മാവെ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. മക്കളെ മറക്കൂ, ഈ അവസാനത്തെ ആത്മാവ് കൊണ്ട് നിറയാൻ സിസ്റ്റർ എന്താ പറഞ്ഞ? ഒന്ന്, പരിശുദ്ധാത്മാവെ അഗ്നിയുടെ കോട്ട കെട്ടി എന്നെ സംരക്ഷിക്കണമേ. അടുത്ത് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണം, എന്നെ നിറയ്ക്കണം, എന്നെ ശുദ്ധീകരിക്കണം. ഓക്കെ, എന്നെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം, വിശുദ്ധ